തേങ്ങയും വെളിച്ചെണ്ണയും റെക്കോർഡ് വിലയിലേക്ക്. കമ്പോളത്തിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയരുമ്പോഴും നാളികേരത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ കേര കർഷകർ ദുരിതത്തിൽ. KCV സ്പെഷ്യൽ സ്റ്റോറി. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഈ മൂളിപ്പാട്ട് പാടാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങിനെ സംരക്ഷിക്കുന്നതിലും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലും മറ്റ് സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളും ഏറെ മുന്നേറിയപ്പോൾ മലയാളികൾ തെങ്ങ് കൃഷിയിൽ നിന്നും പിന്നോക്കം പോയതാണ് ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണം. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണ് തേങ്ങയ്ക്ക് ഇപ്പോൾ ഉള്ളത്. ഒരു തേങ്ങയ്ക്ക് 25 രൂപ മുതൽ 30 രൂപ വരെ കൊടുത്ത് കടകളിൽ നിന്നും വാങ്ങേണ്ട ഗതികേടിലാണ് മിക്ക മലയാളി കുടുംബവും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷി ചെയ്യുന്ന കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഒരു തേങ്ങയ്ക്ക് വേണ്ടി ജനങ്ങൾ അലയുന്ന കാഴ്ച വളരെ രസകരമാണ്. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്ന പോലെ നാളികേരത്തിനും ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളെയാണ് മലയാളികൾ ആശ്രയിക്കുന്നത്. തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും ഉണ്ടായ വരൾച്ചയും പ്രകൃതിക്ഷോഭവും മൂലം നാളികേര ഉൽപാദനത്തിലുണ്ടായ വൻ ഇടിവാണ് നമ്മുടെ നാട്ടിൽ നാളികേരത്തിന്റെ വില കുതിച്ചുയരാൻ കാരണമായത്. കമ്പോളത്തിൽ വില കുത്തനെ ഉയരുന്നുണ്ടെങ്കിലും കാര്യമായ വിളവ് ലഭിക്കാത്തതിനാൽ കേരളത്തിലെ കർഷകർക്ക് വില വർധനവിന്റെ ഗുണം ലഭിച്ചതുമില്ല. മണ്ടരി, കൂമ്പുചീയൽ, തണ്ടുതുരപ്പൻ, കാറ്റുവീഴ്ച തുടങ്ങിയ വിവിധ രോഗങ്ങൾ മൂലം തെങ്ങുകൾ നശിച്ചപ്പോൾ അവ വെട്ടിമാറ്റി അവിടെയെല്ലാം മറ്റു കൃഷികൾ ചെയ്തതും തേങ്ങയുടെ കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തുന്നതിൽ വന്ന വീഴ്ചയും തെങ്ങ് കയറാൻ നാട്ടിൽ ആളെ കിട്ടാത്തതും എല്ലാം കർഷകർ ഈ മേഖലയിൽ നിന്നും പിന്മാറാൻ കാരണമായി. തേങ്ങയേക്കാൾ കൂടുതൽ വില കരിക്കിന് ലഭിച്ചതോടെ മൂപ്പാകുന്നതിന് മുൻപ് കരിക്ക് വെട്ടിവിറ്റ് കൂടുതൽ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചത് തേങ്ങയുടെയും കൊപ്രയുടെയും ഉൽപാദനം കുറച്ചു. ഇതുമൂലം വെളിച്ചെണ്ണയ്ക്ക് മാർക്കറ്റിൽ വില കുത്തനെ കയറി. ഒരു കിലോ എണ്ണയ്ക്ക് 150 രൂപയോളം വിലയായി. തേങ്ങയ്ക്കും കൊപ്രയ്ക്കും കടുത്ത ക്ഷാമം നേരിട്ടതോടെ എണ്ണ ഉൽപാദനത്തിനുള്ള കൊപ്ര ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതാണ് എണ്ണവില കൂടാൻ കാരണമായതെന്ന് വ്യാപാരികൾ പറയുന്നു. തേങ്ങ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന തേങ്ങ 30 രൂപ 32 രൂപ വില കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത്. ആ വാങ്ങുന്ന തേങ്ങ വിൽക്കുന്നത് 35 വരെ ഇട്ടിട്ടും ലക്ഷദ്വീപിൽ നിന്നും കാസർഗോഡ് നിന്നും കൊപ്ര വരുന്നു. നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ച് എണ്ണ ആറ്റി 123 രൂപ വിലക്കാണ് ഇന്ന് വിൽക്കുന്നത്. കേരളീയരുടെ സ്വകാര്യ അഹങ്കാരമായ പച്ച സ്വർണം എന്നറിയപ്പെടുന്ന തേങ്ങയെ സംരക്ഷിക്കാൻ നികുതി ഇളവുകൾ നൽകിക്കൊണ്ടും നീര പോലെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടും ഈ മേഖലയിൽ ഒരു കുതിച്ചുചാട്ടത്തിനാണ് കേരഫെഡ് ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ ദേശീയ വൃക്ഷമായ തെങ്ങിനെ അവഗണനയുടെ വിളയെന്ന പേരുദോഷം മാറ്റി കേരളത്തിലെ കേര കർഷകർക്ക് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഈ പ്രതിസന്ധി ഇടയാകട്ടെ എന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ ജോബിനോടൊപ്പം റിപ്പോർട്ടർ ശശികുമാർ, KCV ന്യൂസ്.